ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് കെ. ഇത് യാസീൻ ഇപ്പം ഇരുട്ടായിട്ട് കാണത്തില്ല കേട്ടോ. ഞങ്ങളൊക്കെ ഇരുട്ട ആൾക്കാരാണ്. മഴ കണ്ടോണ്ട് ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങണതായി കാണണേ. സമയം ഇപ്പം 4:30 ടാറ്റ ഉമ്മച്ചവിടെ പിന്നെ ടാറ്റ കൊടുത്താട്ടോ. അപ്പോൾ മഴയാണ്, വൈബാണ്, എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും പോയി നോക്കാം. മഴ കണ്ടിട്ട് അടങ്ങിയിരിക്കാൻ പറ്റണില്ല. അപ്പോൾ അമലും അവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ എഫ് സി അല്ലടാ, അത് FJ അല്ലല്ലോ, FC അല്ലേ? ലോറി അത് തന്നെ, 4 വീല് മഹീന്ദ്രയുടെ വണ്ടി. അപ്പോൾ അതുമായിട്ട് അമലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നായാലും അതുമായിട്ട് എവിടെയെങ്കിലും വലിച്ചു കയറാൻ പറ്റുമെന്ന് പോയി നോക്കട്ടെ. എന്തായാലും വാഗമൺ റൂട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്നായാലും ബാക്കി ചെറിയൊരു വീഡിയോ തുടക്കം എന്നുള്ളത് അതിനൊന്ന് പരീക്ഷണം നടത്തണമല്ലോ. എന്തായി കയറുമോ, എവിടെ കയറുമോ, എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയണമല്ലോ എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതിന് പറ്റിയൊരു ക്ലൈമറ്റും കണ്ടു, മഴയായപ്പോഴേക്കേ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി കൂടെ പോവാട്ടോ. അപ്പോൾ എന്തായാലും പോയി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. മഴ തുടങ്ങി മൊത്തം ബ്ലോക്കായിട്ടോ. ഒരു ബ്ലോക്ക് കഴിഞ്ഞ് വന്ന് കറക്റ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെയും ബ്ലോക്കായിട്ടോ. മഴയുടെ വൈബാലോ. ആരടാ ബ്ലോക്ക് ആക്കിയാണേ? ആ ബസ് അവിടെ നിർത്തിയിട്ടേക്കണേണോ? അവനവിടെ ഒതുക്കാൻ നോക്കണേ. അത് ഏടോ ലോറി അവിടെ കിടക്കണോ. ഈ അതിക്ക് ഇട്ടടിച്ച് പോയി അമല മൂലോട്ട് ഓട്ടെ. ഒളിച്ചിട്ടേക്കല്ലോ, യൂണിഫോമൊക്കെ ഇട്ട്. വെക്കുന്നു വളായിരുന്നു. എന്താ പറയുക, നേരം കാത്തിരിക്കണം. ഫോറിട്ട് ഓർറാ. ടയറുണ്ടോ ക്രോസ് കട്ടല്ലേ? ആ പോരട്ടെ. ഇത് കാലത്തീരായിട്ട് അടിക്കുമായിരുന്നു വിളി. ആ മൊലാളി ജഗ വാ വാ വാ. നമ്മൾ വാഗമൺ റൂട്ട് കയറി ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അമലിനെ ഫ്രണ്ടിൽ കയറി വിടും കേട്ടോ. അത് പതുക്കെ കയറി പോകും. എത്ര നാളായി ഈ വാഗമൺ വഴിക്കൊക്കെ വന്നിട്ട്. മഴക്കാലമായപ്പോൾ എല്ലാ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. മലവെള്ള ആൾക്കാരും ഇറങ്ങി തുടങ്ങി.
ഞങ്ങളങ്ങനെ എസ് വളവിൻ്റെ മേളിലേക്ക് ആ വണ്ടിയായിട്ട് കയറാൻ വേണ്ടി വന്നേ കേട്ടോ. ഈ യാസീനിപ്പൊക്കെ ഷോ കാണിച്ച് കയറിപ്പോയെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനകത്ത് കയറി പോട്ടെ ഇനി പോട്ടെ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ക്യാരിയർ നമ്മൾ വിചാരിച്ച പോലെയല്ല. ശരിക്കും പറഞ്ഞാൽ നല്ല സേഫാണ്, കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലും വണ്ടിക്ക് ടോപ്പിലേക്ക്, അതായത് വണ്ടിയുടെ പകുതിയിൽ നിന്നും മേളിലേക്ക് ഹൈറ്റ് കൂടുന്തോറും വണ്ടിക്ക് എന്താ പറയണേ, ചെരിയുമ്പോഴത്തേനും ഒരു സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ക്യാരിയർ ഊരിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ കറക്റ്റ് സ്റ്റേബിളായി. ഇപ്പോൾ എത്ര ചെരിഞ്ഞു എന്ന് പറഞ്ഞാലും നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ആ ഫീൽ തോന്നത്തില്ല. നേരത്തെ ചെരിയുമ്പോഴത്തേനും മേളിൽ നിന്ന് ആരോ വലിക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം മേളിൽ നല്ല ഹെവി ആയിരുന്നു. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ഇപ്പോൾ നല്ല സിമ്പിളായി, അടിപൊളിയായി. ഇപ്പോൾ നല്ല യാത്രാ സുഖമാണ്. ഓഫ് റോഡിങ്ങിൽ ഞാനൊന്നും പറയാനില്ല, കാരണം ആ കയറി വരുന്ന ആക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. ആ ബോഡി ഒന്നും ആ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കണേ ഉള്ളൂ. ടയറാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓഫ് റോഡിങ്ങുകൾ എന്തായാലും നല്ല അടിപൊളിയായിരിക്കും എന്നൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ക്യാരിയർ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത്ര നാൾ ഉണ്ടായിരുന്നിട്ട് ഇല്ലാണ്ടായതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല, ഓൺ ദ വേ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം എന്നോർത്തുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ മെയിനായിട്ട് ഇവൻ്റെ കാര്യമാണ് പറയാനുള്ളത്. അവൻ്റെ പെർഫോമൻസ് നിങ്ങളിനി കണ്ടു നോക്കാം എന്തായാലും. പിന്നെ ഇത് നമ്മുടെ പിക്കപ്പ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ, ലോഡ് കയറ്റുന്ന വണ്ടികൾ ഓവറായിട്ട് കറങ്ങുന്നതിൻ്റെ കാരണം അതിൻ്റെ വെയിറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ്. ബാക്ക് പെട്ടി വെറുതെ കിടക്കുക, നല്ല ലോഡ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ വണ്ടി ഈസി ആയിട്ട് കയറിയാണ്. ഇനിയിപ്പോൾ അടുത്ത തവണ വരുമ്പോൾ ഒരു 10-15 ചാക്ക് മണലും ചാക്കി കയറ്റി വന്നു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട വഴിക്കെല്ലാം കയറി പോകുന്നൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. ഇത്തവണ എന്തായാലും ലോഡില്ലാത്തതിൻ്റെ പേരിലാണ് ഈ വണ്ടിയൊക്കെ കിടന്ന് കറങ്ങുന്നത്. വെയിറ്റ് കയറുമ്പോൾ വണ്ടി പിടിക്കാനും പിടിച്ച് കയറാനും ഒക്കെ ഒരു ബാക്ക് വശം പ്ലെയിൻ, ഒരു സാധനമില്ല, ആകെ ആ ബോഡി മാത്രമേ ഉള്ളൂ. ഇച്ചിരി വെയിറ്റ് കൂടെ ഉണ്ടെങ്കിൽ വണ്ടി ഇച്ചിരി കൂടെ കൂളായിട്ട് അവിടെ കയറുമായിരുന്നു. ആദ്യത്തെ സിനിമാറ്റിക്കാ അതിന് എത്തിയപ്പോൾ ഞാൻ കട്ട് ചെയ്ത്. പുറയിൽ കല്ലൊന്നുമില്ലല്ലോ അല്ലേ? പുറയിൽ കല്ലൊന്നുമില്ലല്ലോ. ഞാൻ തട്ടി വീണിട്ടുണ്ടെങ്കിൽ എല്ലാം പൂട്ടോ. ഇച്ചിരി ബാക്കി എടുത്തിട്ട് കയറിയോടാ, ഇച്ചിരി ബാക്കി ഇറക്ക. ആ റൈറ്റില്ല, റൈറ്റ്. പോട്ടെ. കയറിക്കോളൂ ഒറ്റ ഷോട്ടില്.
വ്യത്യാസം വന്നു. അതൊരു പറ്റുന്ന ക്യാമറയുണ്ട്. ഇനി അവിടെ എടുക്കണ്ട, ഫുള്ളാക്കണ്ട. ഒന്നാമത് അതിനകത്ത് സ്പേസ് കാണില്ലാത്ത ഫോണാണ്. ഹൗസിംഗ് അടിച്ചു. ഒന്നും മേടിക്കാം. പോട്ടെ 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 പോട്ടെ. നിസ്സാരം. ബായിക്കാണെങ്കിൽ കിട്ടുവോ? ഇച്ചിരി ബായിക്ക് ഇറക്കിട്ടോ. ആ അങ്ങനെ നേരെ ആവട്ടെ, നേരെ ആവട്ടെ. വാ 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 വാ. ടയറ് ഫുള്ള് തിരിയോടാ. എടാ അമലേ, നിന്റെ ടയറ് ഫുള്ളായിട്ട് റൈറ്റ് തിരിയുവാ. എടാ അമലേ, പയ്യ ടയറ് നേരെയൊക്കെ. എടാ ടയറ് നേരെയൊക്കെ. അങ്ങോട്ട് പോവല്ലേ. നിക്ക് നിക്ക്, ഇനി കാലോടുത്തേ. ഇനി നേരെ എന്നെ പിടിച്ചോ. ആ വലിയ ടെസ്റ്റ് കിട്ടിയപ്പോൾ കുഴപ്പമില്ല. ആ ആ ആ ആ എന്നെ പിടുത്തോതാണെങ്കിൽ പിടിക്കണം. അള്ളി പിടിക്കുവാടാവേ. ഓരോ ഉടുമ്പ് പിടിക്കണവരെ സാധനം കിടന്ന് പിടിക്കണേ. നീ പതുക്കെ കാലം എടുത്ത് നോക്കിയാമല്ലേ. ഒന്നുകൂടെ പാട്ട് ഇപ്പൊ പോയാലും ഒന്നുകൂടെ വന്ന് നോക്കിയേ. ഒറ്റ കാലം എടുക്കലോടുത്തേ. എടാ അമ്മലേ, അല്ല ടയർ വെച്ച് നേരെ ഒറ്റ കാലം എടുത്തേ. അത് മതി അത് മതി അത് മതി. ഇനി പുറകോട്ട് പോവല്ലേ. ഒറ്റ കാലം എടുത്തേ. പിഞ്ചിടാൻ ഒരു അവസരം എനിക്ക് തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനൊരു വെയിറ്റിങ്ങിലാട്ടോ.
കല്ലിട്ടോണ്ട് കാര്യമില്ല അമലെ.